സുഹൃത്തുക്കളെ, ഒരു സന്തോഷ വാർത്തയുണ്ട്. നമ്മുടെ 45 മീറ്ററിൽ പുതുതായി നിർമ്മിക്കുന്ന ആറുവരിപ്പാതയിലെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായിരുന്നു മെർജിംഗ് പോയിന്റ്. എക്സിറ്റിനും എൻട്രിക്കും ഒരേ ഒരു പോയിന്റ് ആകുമ്പോൾ ആക്സിഡന്റ് കൂടാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ ഒരുപാട് ആളുകൾ പറയാറുണ്ടായിരുന്നു. ഏതായാലും അതിന് പരിഹാരമായിട്ട് എക്സിറ്റിന് വേറെ പോയിന്റും എൻട്രിക്ക് വേറെ പോയിന്റാണ് കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു എൻട്രി പോയിന്റ് കേട്ടോ. അപ്പോൾ എൻട്രി പോയിന്റിന് മുമ്പ് ഇവിടെ ഒരു ഹസാർഡ് ലൈൻ കൊടുത്തിട്ടുണ്ടാകും. ഇതിൻ്റെ മുകളിലൂടെ വാഹനം ഓടിക്കാനോ ഇവിടെ പാർക്ക് ചെയ്യാനോ പാടുള്ളതല്ല. ഇതേപോലെ ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ടാകും. ഇതിലൂടെയാണ് വാഹനങ്ങൾ മെയിൻ ഹൈവേയിലോട്ട് എൻട്രി ആകേണ്ടത്. ആ വരിവരിയായി പോകുന്ന വാഹനങ്ങളൊക്കെയാണ് എന്ത് ഭംഗി. ആ നിസാൻ അങ്ങനെയല്ല കേട്ടോ, അങ്ങനെയല്ല പോകേണ്ടത്. ഹസാർഡ് ലൈനിന്റെ മുകളിൽ വാഹനം കയറ്റാൻ പാടുള്ളതല്ല. അതൊരു വാർണിംഗ് ലൈനാണ്. ഏതായാലും കറക്റ്റ് ആയിട്ടുള്ള സൈൻ ബോർഡ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഏതായാലും ഈ ഒരു പോയിന്റ് ഓർത്ത് വെച്ചോളൂ. ഇവിടെ എൻട്രി മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത്. ഇവിടെ നിന്ന് എക്സിറ്റ് ആകാൻ പാടുള്ളതല്ല. അതുപോലെ എക്സിറ്റ് ആകേണ്ട വാഹനങ്ങൾക്ക് കറക്റ്റായിട്ട് ഈ സൈഡിൽ എക്സിറ്റ് ആകാനുള്ള സൗകര്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഹസാർഡ് ലൈൻ അത് കഴിഞ്ഞതിന് ശേഷം ഡോട്ട് ഉണ്ട്. ആ ഡോട്ടിലുള്ള ഭാഗത്തു നിന്ന് മാത്രം ഇതിലോട്ട് ഇറങ്ങുക. ഹസാർഡ് ലൈൻ ഒരു വാർണിംഗ് കേട്ടോ. അതിന് മുകളിൽ വാഹനം പാർക്ക് ചെയ്യാൻ പാടുള്ളതല്ല. അപ്പോൾ ഇവിടെ നിന്ന് കറക്റ്റായിട്ട് എക്സിറ്റ് ആകാൻ പറ്റുന്നതാണ്. ഇവിടെ നിന്ന് എൻട്രി ചെയ്യരുത്. ഓർത്ത് വെച്ചോളൂ. ഇതാണ് എക്സിറ്റിനുള്ള പോയിന്റ്. സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒന്നും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആവുന്നതാണ്. എന്തായാലും 2 മാസം എടുക്കുമ്പോഴത്തേന് എല്ലാണ്ട് കാണാപ്പാടം പഠിച്ചോളും. പിന്നെ എക്സിറ്റ് ആകുന്ന സ്ഥലത്ത് നിന്ന് എൻട്രി ആയാൽ ചില സമയത്ത് ചിലപ്പോൾ ഫൈൻ കിട്ടും. അതേപോലെ എന്തെങ്കിലും ആക്സിഡന്റ് പറ്റിക്കാന്നുണ്ടെങ്കിൽ ഇൻഷൂർ കിട്ടുന്നതല്ല കേട്ടോ. അത് ഓർമ്മയിലുണ്ടായിക്കോട്ടെ. മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റീച്ച് ആയിട്ടുള്ള KNR കമ്പനിയുടെ റീച്ചിലാണ് ഈ ഒരു മാർക്കിംഗ് കഴിഞ്ഞിട്ടുള്ളത്.